എല്ലാ കൂട്ടർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താ വിശേഷം? ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്കൊന്ന് പോവാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് വെറ്ററിനറി ഹോസ്പിറ്റൽ, അവിടെ ഡോക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, മണീൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട്. പിന്നെ വാഗ്ദേവിയുടെ സ്കൂളിലും പോകണം. അങ്ങനെ 2 സ്ഥലത്തേക്കും കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്താ പറയുക, ഞങ്ങളുടെ പഴയന്നൂരിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, റോഡൊക്കെ തന്നെയാണ്. ഇതെൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ വീട്ടിലേക്കുള്ള ദൂരം നിങ്ങളെ കാണിക്കാൻ കേട്ടോ. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഭാര്യ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ബസ്സും ട്രെയിനും ഒക്കെ പിടിച്ചിട്ട് പോകണം എന്നുള്ളത്. എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു ഭാഗ്യമില്ല. എൻ്റെ ഭാര്യ വീട് ഭയങ്കര ദൂരത്താണ്. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭാര്യ വീട്ടിലെത്തി. അത്രയും ദൂരമുണ്ട് എനിക്ക് എൻ്റെ ഭാര്യ വീട്ടിലേക്ക്. അപ്പോൾ ഭാര്യ വീട് അടുത്താണോ നല്ലത് അതോ ദൂരത്താണോ നല്ലതെന്നുള്ളത് കൂട്ടുകാർ കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. പലർക്കും പല അഭിപ്രായമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടുത്ത് തന്നെയാണ് നല്ലത് എല്ലാം കൊണ്ടും. അപ്പോൾ ഈ കുട്ടികൾ മഴ നനഞ്ഞു വരുന്നു. ഞാൻ അവരോട് ചോദിച്ചു എവിടെ കൊടാന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യം. ഈ കാണുന്നത് ലെഫ്റ്റിൽ കാണുന്ന മതിലാണ് കേട്ടോ. നേരത്തെ കണ്ടില്ലേ നിങ്ങൾ കുളം? ആ കുളത്തിൻ്റെ ചുറ്റുമതിലാണ്, വലിയ മതിലാണ്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് 1 മാസത്തിന് ശേഷമാണ് കേട്ടോ. ഞാൻ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ആ സമയത്തുണ്ടായിരുന്ന മഴ ഇപ്പോഴും അതുപോലെ തുടരാണ് നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ കണ്ട മതിൽ അവിടെ ഇല്ല. ആ മതിൽ വീഴുന്ന സമയത്ത് ആരും അടുത്തില്ലാതിരുന്നുകൊണ്ട് ആർക്കും അപകടമൊന്നും പറ്റിയില്ല. അതിൻ്റെ വലിയൊരു ഭാഗ്യം. അപ്പോൾ മഴ തോർന്നിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ 100 രൂപയുടെ റെയിൻ കോട്ട് ഇട്ടിട്ട് പോകാൻ തീരുമാനിച്ചു. 100 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. 2 കൊല്ലം മുന്നേ ശബരിമലയ്ക്ക് പോയ സമയത്ത് വാങ്ങിച്ച് ആവശ്യം കഴിഞ്ഞ് മടക്കി വെച്ച സാധനം ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോഴും യാതൊരു കുഴപ്പമില്ല. നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെ വെള്ളം മുട്ട് എവിടെയും കയറില്ല. നല്ല സാധനമാണ്. ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിൽ തെക്കേത്ര എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം. ഞങ്ങളുടെ പഴയന്നൂർ ടൗൺ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് എളനാട് റോഡെന്ന് പറയും. ഇവിടുന്ന് ഈ വഴി ഇപ്പോൾ എളനാട് റോഡാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. പഴയന്നൂർ ടൗണാണിത്. ചെറിയൊരു ടൗണാണ്, വളരെ ചെറിയൊരു ടൗണാണ്. ചെറിയൊരു ട്രാഫിക്കൊക്കെ കണ്ടില്ലേ?
പഴയന്നൂർ ടൗണിൽ നിന്നും തിരുവില്ലാമലയ്ക്ക് പോകുന്ന റോഡാണിത്. ഈ ഇടതുഭാഗത്ത് കാണുന്നത് പഞ്ചായത്ത് കെട്ടിടമാണ്. ഇപ്പം നമ്മൾ തെക്കേത്തറയിൽ നിന്ന് വടക്കേത്തറയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതോടുകൂടി ടൗൺ അവസാനിച്ചു. ഇനി സാധാരണ തിരക്കില്ലാത്ത റോഡ് തന്നെയാണ്. ബസ്സൊക്കെ വരുന്ന കാണുമ്പോൾ പേടിയാവും കേട്ടോ നാട്ടിൽ. ഈ വലത്തുഭാഗത്ത് കാണുന്നതാണ് ഞങ്ങളുടെ സർക്കാർ ആശുപത്രി. അതുള്ളതുകൊണ്ട് ഒരുപാട് അനുഗ്രഹമാണ് സാധാരണ ജനങ്ങൾക്ക്. ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ പോയിൻ്റായിട്ടുള്ള മൃഗാശുപത്രിയിൽ എത്തിയിട്ടോ. ഇനി ഡോക്ടർ ഉണ്ടോ നോക്കണം. കാരണം ഡോക്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ അവർ ചെയ്യില്ല. അവർ മറ്റേ ബുക്കിലൊക്കെ എഴുതി തരണം നമുക്ക്, എന്നിട്ടേ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ കണ്ട് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ ഇവിടെ വന്ന് നോക്കണം. അത് കഴിഞ്ഞു ഞങ്ങൾ ഇനി സ്കൂളിലേക്ക് വണ്ടി തിരിച്ചു. അങ്ങനെ തിരുവില്ലാമല റോഡിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗോപിക എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പുനർജനി വില്ലാസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാണ് ഈ സ്കൂളുള്ളത്. ന്യൂ ക്രൈസ്റ്റ് സ്കൂളാണിത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ മൂത്ത മോള് വാഗ്ദേവി പഠിക്കുന്നത്. ഇവിടേക്ക് പോകുമ്പോൾ ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാം. ബേസിക്കലി നമുക്കിവിടെ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാം. നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ റോഡ് കുറച്ച് മോശമാണ്. ഇത് പ്രൈവറ്റ് റോഡാണ്. റോഡ് ഭയങ്കര മോശം. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തതിന് ശേഷം ഭയങ്കര മോശമായിട്ടാണ് കിടക്കണം.
അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള വാഗ്ദേവിയുടെ സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.